ഈ മോണോറെയിൽ വഴിയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ കാണുന്ന ട്രോളി നമുക്ക് മൂവ് ചെയ്യാം. അതുപോലെ നമുക്ക് പ്രാധാന്യമുള്ള നമ്മുടെ മറ്റൊരു പ്രൊഡക്റ്റാണ്, നമ്മുടെ കേരളത്തിലെ ആൾക്കാർക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സാധനമാണിത്. കാണണമെന്ന് എനിക്ക് ഒരു ആഗ്രഹം. ഇത് ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇത് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. കേരളത്തിലേക്ക് കൊടുക്കാൻ ഡിസ്ട്രിബ്യൂഷൻ തീരുമാനിക്കുന്നുണ്ട്. ആണോ? F0 ഇന്ന് വന്നിരിക്കുന്നത് ബാംഗ്ലൂരാണ് കേട്ടോ. ബാംഗ്ലൂർ ഒരു അടിപൊളി ഒരു കമ്പനിയുടെ കാഴ്ച നിങ്ങൾ മുന്നിലേക്ക് എത്തിക്കുന്നത്. തയ്യാർ ഫുഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. ഇത് മുന്നേ ഞാനൊരു പുട്ടുപൊടിന്റെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ പുട്ടുപൊടി മാത്രമൊന്നുമല്ല കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇപ്പൊ കണ്ടാൽ തന്നെ മനസ്സിലാവും. റെഡി മിക്സ് ചെയ്യുന്നുണ്ട്, റൈസ് പൗഡേഴ്സ്, മസാല പൗഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് വലിയൊരു കമ്പനി തന്നെയാണ് ഈ തയ്യാർ എന്ന് പറയുന്നത്. ഇവിടെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് പുട്ടുപൊടി ചെയ്യുന്നത്. പുട്ടുപൊടി ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചു തന്നത് ചെറിയ രീതിയിലുള്ള ഒരു സിസ്റ്റം ആയിരുന്നു അല്ലേ. എന്നാൽ ഇവിടുത്തെ സിസ്റ്റം കണ്ടാൽ ശരിക്കും ഞെട്ടിപ്പോവും. അത്രയും വലിയ മെഷീനറീസ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ ഞാൻ വരാൻ കാരണം, ഈ ഒരു സ്ഥലത്തേക്ക് ഈ ഒരു കമ്പനിയിലേക്ക് എത്താൻ കാരണം, നമ്മളൊരു മഹമ്മൂദൊക്കെ ഉണ്ട്. നമ്മുടെ കണ്ണൂർ ജില്ലയിൽ തന്നെയുള്ള തളിപ്പറമ്പിലാണ് അദ്ദേഹത്തിന്റെ വീട് വരുന്നത്. അദ്ദേഹത്തിന് ഒരു സുപ്രഭാതത്തിൽ ഒന്ന് പരിചയപ്പെടാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. അങ്ങനെ വലിയൊരു കമ്പനി അദ്ദേഹം ഇവിടെ റൺ ചെയ്യുന്നുണ്ട്, ബാംഗ്ലൂർ റൺ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞു. അത് കാണണം, അത് എന്റെ ഫോളോവേഴ്സിൽ എത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഞാൻ പറഞ്ഞപ്പം അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് നമുക്ക് കാണാം അല്ലേ. നേരെ നമുക്ക് കമ്പനിക്കകത്തേക്ക് പോവാം. അങ്ങനെ ഞാൻ തയ്യാർ ഫുഡ്സിന്റെ ഉൾവശത്തേക്ക് കടക്കാൻ പോവാണ്. ഉൾവശത്തേക്ക് കടക്കുന്ന സമയത്ത് രണ്ടുപേരെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം. എന്നെ കംപ്ലീറ്റ് ഇന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാൻ വേണ്ടി നിങ്ങൾ രണ്ടുപേരുണ്ടല്ലോ കൂടെ. വലിയ സന്തോഷമുണ്ട് ആ ഒരു കാര്യത്തില്. പേരൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞ. അനസ് ഇവിടുത്തെ കമ്പനിയുടെ മൊത്തം ഇൻചാർജ് ആണ് അല്ലെ. ശരത്ത് ഇവിടുത്തെ പ്രൊഡക്ഷൻ ഓഫീസറാണ്. അപ്പോൾ നമുക്ക് ഉൾവശത്തേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങളുടെ ഫ്രണ്ടിൽ തന്നെ ഹൈജീൻ ഏരിയ അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് നിങ്ങൾ ഉള്ളിലേക്ക് ഒരു സ്റ്റാഫ് കയറുന്ന സമയത്ത് അല്ലെങ്കിൽ എന്നെപ്പോൾ താരം കയറുന്ന സമയത്ത് ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ? സ്റ്റാഫല്ല, നമ്മൾ ആര് കയറിയാലും ഹൈജീൻ മസ്റ്റാണ്. അതിനാദ്യം നമ്മൾ കയ്യും കലർന്നായിട്ട് വൃത്തിയായിട്ട് കഴുകണം. അതിനുശേഷം നമ്മൾ ഔട്ട്സൈഡ് ഉപയോഗിച്ച് ചപ്പല്, ഷൂസ് അങ്ങനെ ഇവിടെ അഴിച്ചു വെക്കണം. പിന്നെ ആ ഡ്രസ്സ് നമ്മൾ വർക്കേഴ്സ് ആണെങ്കിൽ പ്രൊഡക്റ്റായിട്ട് കൂടുതൽ വരുന്ന ആൾക്കാർക്ക് യൂണിഫോം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവർ ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ. ഇവിടെ ലേഡീസിനുണ്ട്, ഇവിടെ ചേഞ്ചിങ് റൂം, ടോയ്ലറ്റ് ഒക്കെ ആയിട്ട് ഇവിടെയാണ്. രണ്ട് ജെന്റ്സും ലേഡീസും വരുന്നുണ്ട്. അതെ, അങ്ങനെ ചെയ്യാം. അതിനുശേഷം നമുക്ക് ചപ്പൽ അടിച്ച് വെച്ചിട്ട് പ്ലാന്റിലേക്ക് ഞങ്ങൾ നിങ്ങൾക്ക് കയറുന്നതിന് പുതിയ ചപ്പൽ പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾ തന്നെ ചപ്പൽ കൊടുക്കും? അതെ, അത് വെച്ചിട്ട് നമുക്ക് അകത്തേക്ക് കയറാം. മസ്റ്റ് ആണ്. ശരി. അപ്പൊ ഉള്ളിലേക്ക് കയറുമ്പോൾ വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ മാസ്ക് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഹെയർ നെറ്റ് ധരിക്കണം, ഗ്ലൗസ് ധരിക്കണം, മസ്റ്റ് ആണ്. ഇതൊക്കെ നിർബന്ധമാണ്. അപ്പൊ നമുക്ക് ഉള്ളിലേക്ക് പോകും. ഞാൻ എല്ലാത്തിനും റെഡി, കുഴപ്പമൊന്നുമില്ല. പ്ലാൻ ഒന്ന് കാണുന്ന വലിയൊരു ആഗ്രഹമുണ്ട്. താങ്ക് യു. അപ്പൊ നമ്മുടെ ഉൾവശത്തേക്ക് കടക്കാൻ പ്ലാന്റ് എൻട്രൻസ് വന്നിട്ടുണ്ട്. ഇവിടെ കയറുന്നതിന് മുന്നേ ഗ്ലൗസ് ഇതൊക്കെ വേണമല്ലേ? തീർച്ചയായിട്ടും തന്നോളൂ. ഹെയർ നെറ്റ്, മാസ്ക് മാസ്ക് ഓൾറെഡി ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് മസാല പ്ലാന്റിന്റെ എൻട്രൻസ് അതാണ്. നമ്മൾ ഇവിടുന്ന് രണ്ടായിട്ട് തിരിച്ചിട്ട് രണ്ട് വഴിക്കാണ് പോകേണ്ടത്. ഇത് ഈ പ്ലാന്റ് രണ്ട് ഇവിടുന്ന് ഇത് മെയിൻ എൻട്രൻസ്, ഇവിടുന്ന് രണ്ടായിട്ട് തിരിയാ. അത് മസാല എൻട്രൻസ്, ഇത് റൈസ് പ്ലാന്റ് എൻട്രൻസ്. റൈസിലേക്ക് പോകാം. അപ്പൊ ഇവിടുന്നാണ് നമ്മൾ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. ഇവിടെയാണ് നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റ്. തീർച്ചയായിട്ടും ഇവിടെയാണ് നമ്മൾ വരുന്ന അരിയുള്ള സ്റ്റോറി. നമ്മൾ ഇവിടെയാണ്, അതായത് നമ്മൾ ആദ്യം അരി വെണ്ടേഴ്സിന്റെ നമ്മൾ സാമ്പിൾ വാങ്ങിയിട്ട് അത് 3 ടെസ്റ്റ് ചെയ്യും. ഫിസിക്കൽ ടെസ്റ്റ്, ലാബ് ടെസ്റ്റ്, കുക്ക് ടെസ്റ്റ്. ഈ 3 കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ നമ്മൾ അവർക്ക് ഓർഡർ കൊടുത്ത് ആ സാധനം വാങ്ങി നമ്മളിവിടെ സ്റ്റോർ ചെയ്യും. എടുക്കുമ്പോൾ തന്നെ ക്വാളിറ്റി ചെക്കിംഗ് നമുക്കത് സ്റ്റാർട്ടിംഗ് തുടങ്ങിയേ പറ്റൂ. അത് ശരി. അല്ല, ആദ്യം തെറ്റിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് തെറ്റും. പിന്നെ ഒരു രക്ഷ ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് പ്രോസസിംഗ് കാണാം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പ്രോസസിംഗിലേക്ക് പോകും. പ്രോസസിംഗ് ഫസ്റ്റ് വരുന്നത് എന്താണ് വരുന്നത്? ആദ്യത്തെ വരുന്നത് നമുക്ക് അരി ക്ലീൻ ചെയ്യണം ആദ്യം തന്നെ. നല്ല സാധനമാണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ വൃത്തിയാക്കിയിട്ടുണ്ട്. അല്ല, ഇതൊക്കെ വരുന്നൊക്കെ സോർട്ടെക്സ് ആയിരിക്കില്ല വരുന്നുണ്ടാവുക. സോർട്ടെക്സ് പ്രീമിയം ക്വാളിറ്റി വരുന്നത്. എന്നാലും നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളൊക്കെ നീറ്റായിട്ട് ചെയ്യുന്നതായിരിക്കും. കല്ല് വേർതിരിക്കും, അതുപോലെ മണ്ണ്, അഴുക്ക്, പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേർതിരിക്കും. അവിടെ മാഗ്നറ്റ് ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. മെറ്റൽ പീസ് ഉണ്ടെങ്കിലും അത് അട്രാക്ട് ചെയ്തെടുത്തോളും. ഈ കപ്പൽ വെട്ട് വഴി നേരെ മേലേക്ക് പോകുന്നു. അടിപൊളി. അവിടുന്ന് ഈ കാണുന്ന പോർഷനിലേക്ക് വരുന്നു. ഇത് ആസ്പിറേറ്റർ ആണ്. ഇവിടുന്നാണ് അഴുക്കും പൊടി കാര്യങ്ങളൊക്കെ വേർതിരിച്ചെടുക്കുന്നത്. അത് പുറകിലേക്ക് പോവാണ്. അത് പുറകിലേക്ക് വലിച്ചെടുത്തോളും. ഇതിന്റെ ഒരു ഘടന അങ്ങനെയാണ്. അതിനുശേഷം അത് ഓക്കെ ആണെങ്കിൽ ഈ സാധനം നമുക്ക് ഈ ഡീസ്റ്റോണറിലേക്ക് വരും. അതിന് താഴെ ഈ കാണുന്നത് ഡീസ്റ്റോണർ. ഇത് കല്ല് പുറകോട്ടുണ്ട്, വെയിറ്റ് ഉള്ള സാധനം കൊണ്ട് പുറകോട്ട് പോകുന്ന രീതിയിൽ അതിന്റെ നിർമ്മാണം. നേരെ പുറകിൽ വന്ന് ഈ ബാഗിലേക്ക് വരും. അങ്ങനെ നമുക്ക് കാണാറില്ല, എന്നാലും നമ്മുടെ ഇതിന് വേണ്ടി സേഫിന് വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ്. പ്രീമിയം ക്വാളിറ്റി ആണല്ലോ. അപ്പൊ ഈ റൈസ് ബാക്കിയുള്ളത് നേരെ ഈ ഡീസ്റ്റോണർ പാസ് ചെയ്തിട്ട് നെക്സ്റ്റ് അടുത്ത എലിവേറ്ററിലേക്ക് പോകുന്നത്. ഈ കാണുന്ന എലിവേറ്റർ ഈ വലുത് ഏതാണ്ട് 3 നില ബിൽഡിങ്ങിനോട് തീർച്ചയായിട്ടും. ഇതിന്റെ ഉള്ളിൽ നല്ല ഒരു ക്ലീൻ ആയിട്ട് കിടക്കാനുള്ള മൊത്തത്തില്. നമുക്ക് ഇത് ഷിഫ്റ്റിൽ ഫുൾ ടൈം ഇവിടെ ക്ലീനിങ് സ്റ്റാഫ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അവരുടെ ജോലി അത് മാത്രം, അവരെ വേറെ ഒന്നിനും നമ്മൾ ഉപയോഗിക്കില്ല. അത് ശരി. അതെ, നമ്മളിപ്പോ 2ാം നില എത്തിയിട്ടുള്ളൂ. ഇനി നമുക്ക് പോകേണ്ടതുണ്ട്. ഇതിപ്പോ ഞാൻ തളർന്നു. 2 നില കയറുമ്പോഴത്തേക്ക് നേരെ ഇവിടെ വന്നിട്ടാണ് വീഴുന്നത്. നമ്മൾ അപ്പുറത്ത് പറഞ്ഞ പ്രോസസിംഗ് എല്ലാം കഴിഞ്ഞിട്ട് റൈസ് നമുക്ക് ഇവിടെ ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ഈ ഒരു കളക്ഷൻ ടാങ്കിലേക്ക് വരും. ഇവിടെ നമുക്ക് ആവശ്യാനുസരണം പ്രോസസിന് വേണ്ടിയിട്ട് താഴേക്ക് എടുക്കാം. ഇവിടെ വന്നിട്ടാണ് അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ശരിക്കും ഏറ്റവും മുകളിൽ നിന്നാണ് ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. താഴേക്ക് പോവാണ്. ആദ്യം താഴെ മേലേക്ക് വന്നു, ഇനി മേലെ നേരെ താഴേക്ക് പോവാണ്. ഇവിടുന്ന് വന്ന പോലെ തന്നെ തിരിച്ചിറങ്ങും. തീർച്ചയായിട്ടും. ഞാൻ ഇതിനു മുന്നേ ഒരു പുട്ടുപൊടി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ
അതൊക്കെ താഴെ ഒരു ഫ്ലോർ എന്നാണ് ഞാൻ കംപ്ലീറ്റ് കാണിച്ചത്. ഇത് നമുക്ക് ഹൈജീൻ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ നല്ല ഒരു ആശയമാണിത്. ഓ അത് ശരി. ഇങ്ങനെ തട്ടുകെട്ടായിട്ട് തിരിച്ച് ചെയ്യുമ്പോൾ താഴെ നമുക്ക് ഒരുപാട് ഏരിയ പോകും. ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. എത്രയ്ക്കെന്ന് പറഞ്ഞാൽ ഹൈജീൻ്റെ പ്രശ്നം ഉണ്ടാവും. ഇത് നല്ല സേഫ് ആയിരിക്കും. ഇവിടെയാണ് വാഷിംഗ് നടക്കുന്നത്. വാഷിംഗ് സോക്കിങ് ഇത് രണ്ടും നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അരി കഴുകുന്നതും കുതിർത്ത് വെക്കുന്നതും ഒക്കെ. കഴുകാൻ എത്ര തവണ അങ്ങനെ കഴുകാന്ന് പറഞ്ഞാൽ നമ്മൾ 2 പ്രാവശ്യം ഇത് നല്ല ഈ സ്റ്റിർ വെച്ചേക്കുന്ന ശരിക്കും കൈ കൊണ്ട് കഴുകുന്ന ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മളിങ്ങനെ ഈ കാണുന്ന പോലെ റൊട്ടേറ്റ് ചെയ്യിക്കും. റൊട്ടേറ്റ് ചെയ്യിച്ച് അതിൽ അഴുക്കല്ലാതെ ശേഷം അത് നമ്മൾ ട്രെയിൻ ചെയ്ത് ആദ്യം കഴുകുമ്പോൾ തന്നെ അതിൽ പൊടിയൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ മൊത്തം പുറത്തേക്ക് പോകും. അതെല്ലാം പോകും. അത് നമ്മൾ ട്രെയിൻ ചെയ്യുമ്പോൾ അതിൻ്റെ വെള്ളത്തിലൂടെ പോകും. 1-2 തവണ ആകുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് പോകും. നീറ്റ് ആയിട്ടുണ്ടാവും. പിന്നെ അതിനുശേഷം മൂന്നാമത് നമ്മളത് കുതിർക്കാൻ വേണ്ടി വെക്കുന്നതായിരിക്കും. അങ്ങനെ എല്ലാം കൂടെ നമ്മളൊരു 30 മിനിറ്റോളം ഈ പ്രോസസ് നമ്മൾ തുടരും. അതിനുശേഷം നമുക്കിനി താഴേക്ക് പോകാം. ഓ ഇനി ഇവിടുന്ന് പിന്നെ നമ്മൾ താഴോട്ടേക്ക് ഇറങ്ങാണ്. അതെ, അടുത്തൊരു നിലയിലേക്ക് കയറിയ പോലെ താഴോട്ടേക്ക് എത്തുകയാണ്. ഇനി ഈ വാഷിംഗ് ടർബൈനിൽ നിന്ന് വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്കത് സ്റ്റീം ചെയ്യേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ മെഷീനാണ് ഉപയോഗിക്കുന്നത്. ഈ മെഷീൻ ഹൈഡ്രോളിക്കൽ ഫിക്സഡ് ആണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആകുന്ന സാധനമാണ്. അപ്പോൾ അത് ഇവിടേക്ക് കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ ആ അരി അതിലേക്ക് ഫീഡ് ചെയ്യണം. അതിനുശേഷം നമ്മൾ അപ്പോഴേക്കും ആ ബേബി ബോയിലറിൽ നമുക്ക് ആവശ്യമുള്ള പ്രഷറിൽ ആ സ്റ്റീം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതായത് ബോയിലറിൽ നിന്നാണ് സ്റ്റീം കൊടുക്കുന്നത്. അതെ, നമ്മൾ അതിന് RO വാട്ടർ പ്ലസ് UV ആണ് ബോയിലറിന് ഉപയോഗിക്കുന്നത്. RO വാട്ടർ എന്ന് വെച്ചാൽ റിവേഴ്സ് ഓസ്മോസിസ്. അത് ട്രീറ്റ് ചെയ്ത പല രീതിയിൽ ട്രീറ്റ് കഴിഞ്ഞിട്ട് വരുന്ന വെള്ളം. അതിനകത്ത് ബാക്ടീരിയ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഓ അങ്ങനെയൊക്കെ ഉണ്ട്. നമുക്ക് കുടിക്കാൻ കഴിയുന്ന വെള്ളം, ശുദ്ധമായ വെള്ളം, ആ വെള്ളത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. ഓ ഇവിടെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്ന എല്ലാ വെള്ളം നിങ്ങൾ അത്രയും ശ്രദ്ധിച്ചിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഈ കാണുന്ന മെഷീൻസ് ക്ലീൻ ചെയ്യാൻ കൂടിയിട്ട് ഈ RO വാട്ടർ ഉപയോഗിക്കുന്നത്. പിന്നെ അതേപോലെ നിങ്ങൾ ബോയിലറിൽ എന്താ യൂസ് ചെയ്യുന്നത്? പെല്ലറ്റാണ്. അത് ഈ വുഡിന്റെ പൗഡറിന്റെ ഒരു വകഭേദം നമ്മൾ ഉപയോഗിക്കുന്നത്. ഓ വിറകല്ല. സാധാരണ ഞാൻ എവിടെ പോയാലും ബോയിലർ വിറകൊക്കെ കത്തിക്കുന്നത്. അത് നമുക്ക് ഇതിനു വേണ്ടി പ്രോസസ് ചെയ്ത് തരുന്നത്. അതിനകത്ത് ഇൻഫെക്ഷൻ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പ്രത്യേകമായിട്ടുള്ള ഒരു പെല്ലറ്റാ വരുന്നത്. സേഫ് ആയിരിക്കും. അതിനൊന്നും പൊഴിഞ്ഞു പോകുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അത് ഹൈജീന്റെ ഭാഗം. ഒരു ബോയിലറിൽ കത്തിക്കുന്നത് പോലും ശ്രദ്ധിക്കണം. തീർച്ചയായിട്ടും നമ്മൾ എല്ലാ ഏരിയയും വളരെ കെയർഫുൾ ആണ്. ഓക്കെ, ബോയിലറിന് നമ്മൾ ഇതിലേക്ക് സ്റ്റീം കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഇവിടെ വരികയാണ്. ഇവിടുന്ന് ഇനി സ്റ്റീം കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഇവിടെ ഒരു 30 മിനിറ്റോളം നമുക്കിത് സ്റ്റീം ചെയ്യേണ്ടി വരും. അതിൽ നന്നായിട്ട് പുഴുങ്ങിയെടുക്കേണ്ട അവസ്ഥയിലേക്ക് വരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് കട്ട് ചെയ്യണം. ഇതുവരെ നമ്മുടെ വാഷിംഗ് കഴിഞ്ഞു, സ്റ്റീമിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനെ പൊടിക്കണം. പുട്ടുപൊടിക്ക് എന്തോരം തരി വേണോ ആവശ്യത്തിലേക്ക് നമ്മൾ മാറ്റണം. അതിന് നമ്മൾ ഈ ഹോപ്പറാണ് ഉപയോഗിക്കുന്നത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഈ ഹോപ്പറിലേക്ക് അഗൈൻ ഫീഡ് ചെയ്യും. അതിനുശേഷം ഈ സാധനം മൂവ് ചെയ്തിട്ട് ഈ കാണുന്ന ഹാമർ മില്ലിലേക്ക് വരണം. ഇതൊക്കെ മൂവബിൾ ആണല്ലേ? എല്ലാം മൂവബിളാ. ഈ മൂവിംഗ് സിസ്റ്റം ഹൈഡ്രോളിക്കാണ് കൺട്രോൾ ചെയ്യുന്നത്. അവിടെ മോണോ റെയിൽ ഉണ്ടാവും, മൂവ് ചെയ്യാനായിട്ടുള്ള റെയിൽ ഉണ്ടാവും. ആ സിസ്റ്റത്തിലൂടെ ഇത് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഹൈഡ്രോളിക് ചെയ്യാം, അതിലൂടെ മാക്കാം. അതിനുശേഷം നമുക്ക് ഈ മില്ലിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. ആ മില്ലിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ ഇങ്ങനെ ഹൈഡ്രോളിക് മൂവ് ചെയ്തിട്ട് ഇതിലേക്ക് കൊടുക്കുന്നല്ലേ? അത് ഈ ട്രോൾ ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ എല്ലാ ഐറ്റത്തിനും നമ്മൾ ഈ മെഷ് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് എല്ലാ ഐറ്റത്തിനും വേണ്ടി ഉപയോഗിക്കാം. അതിനുശേഷം ഈ കട്ടിങ് കഴിഞ്ഞാൽ ഉടനെ ഈ കാണുന്ന ന്യൂമാറ്റിക് ലൈൻ വഴിയാണ്. ഓ ഇത് വലിയൊരു പൈപ്പ് അല്ലേ? ഇത് പിന്നെ നമ്മൾ കയറി ആ പോർഷനിലേക്ക് വീണ്ടും പോകും. ഇത് തിരിച്ച് മുകളിലേക്ക് ഇവിടുന്ന് വലിച്ച് മുകളിലേക്കാണ് വിടുന്നത്. അതിന് നമ്മൾ ബ്ലോവർ വെച്ചിട്ടുണ്ട്. ബ്ലോവർ അതിന്റെ ടക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല പവറുള്ള 15-20 HP മേലുള്ള മോട്ടോർ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനുശേഷം ഇവിടെ ഒരു ചെറിയൊരു കളക്ഷൻ ടാങ്ക് പോലെ വരുന്നുണ്ട്. ഈ കാണുന്ന ഏരിയ, ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ആ പ്രോസസ്സിംഗ് നടക്കുന്നത്. അതായത് അവിടുന്ന് പൊടിച്ച് വിടുന്ന പൊടി ഇവിടെ സ്റ്റോർ ചെയ്യാണ്ട് ഇതിലേക്ക് ഈ കാണുന്ന കൺവെയറിലേക്ക് നമ്മൾ ഫീഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് പോകേണ്ടത് റോസ്റ്റിംഗ് ഏരിയയിലേക്കാണ്. റോസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ റോസ്റ്റിംഗ് ഏരിയ. ഇതാണ് റോസ്റ്റിംഗ് ഏരിയ. ഇത് ഒരെണ്ണല്ലോ, ഇത് എത്ര 8 എണ്ണോ? 4 വരുന്നുണ്ട് നമുക്ക്. ഇത് ഉരുളിയാണോ വരുന്നത്? ഉരുളിയാണ് നമ്മൾ ഇന്ത്യയിൽ ചെയ്തേക്കുന്ന ഉരുളിയാണ്. ഇത് ശരിക്കും ഇതെങ്ങനെ നിങ്ങൾ തീയൊക്കെ ഇതിലേക്ക് കൊടുക്കുന്നത്? നമ്മൾ ഇവിടെയും പെല്ലറ്റ് തന്നെ ഉപയോഗിക്കുന്നത്. വുഡ് പെല്ലറ്റ് തന്നെ ഇവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, അത് ഹൈജീന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഫയർ മാത്രമേ ഉരുളി ടച്ച് ചെയ്യുള്ളൂ. ഇത് എല്ലാ ഭാഗത്തേക്കും തീ ചെല്ലുന്നുണ്ടല്ലോ, ഒരു ഭാഗത്തേക്ക് മാത്രമാണ് തീ പോകുന്നത്? തീർച്ചയായിട്ടും ഇത് കറങ്ങുന്നുണ്ട്. അപ്പോൾ എല്ലാ ഭാഗത്തും ഈവനായിട്ട് ചെല്ലും. നമുക്ക് അവിടെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാ ഭാഗത്തും ഒരേ ചൂട്. ഇതൊരു നിശ്ചിത അളവിൽ ഇപ്പോൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അത് ഈവനായിട്ട് എല്ലാ ഭാഗത്തും കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു കളക്ഷൻ ട്രോളി ഉണ്ട്. അവിടുന്ന് ഈ കാണുന്നതാണ് മൂവിംഗ് ട്രോളി. ഈ മോണോ റെയിൽ വഴിയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ കാണുന്ന ട്രോളി നമുക്ക് മൂവ് ചെയ്യാം. ഇതിലേക്ക് ഫീഡ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള റോസ്റ്ററിലേക്ക് കൊണ്ടുപോകാം. ഓരോ റോസ്റ്ററിലേക്കും കൊടുക്കുകയാണ്. ഇത് ഫോർവേഡ് റിവേഴ്സ് വർക്ക് ചെയ്യുന്ന സാധനമാണ്. നമുക്ക് 2 സൈഡിലേക്ക് ആവശ്യമുള്ള റോസ്റ്ററിലേക്ക് ഇത് നമുക്ക് ഫീഡ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അതിന് 2 ഭാഗത്തേക്ക് ഇതെങ്ങനെ പോകുന്നത്? ഈ കാണുന്ന സ്ക്രൂ നമുക്ക് റിവേഴ്സ് ഫോർവേഡ് ഓടിക്കാൻ കഴിയും. ഇത് ഉള്ളിൽ ഇങ്ങനെ കറങ്ങുന്നതിനനുസരിച്ച് 2 സൈഡിൽ ഓപ്പണിംഗ് ഉള്ളതാണ്. അപ്പോൾ ഏത് റോസ്റ്ററാണ് നമുക്ക് ആവശ്യമുള്ള അവിടെ കൊണ്ടുവന്നിട്ട് ആവശ്യമുള്ളത്തേക്ക് മാറ്റി ഓപ്പൺ ചെയ്ത്. അത് ക്ലീനിങ്ങിനും ഹൈജീനിക്കൊക്കെ വളരെ ഈസിയാണ്. ക്ലീൻ ചെയ്യാനൊക്കെ എളുപ്പം. നല്ലൊരു കാഴ്ച ഇതിങ്ങനെ കാണാൻ, ഇതിങ്ങനെ ഇതിലേക്ക് വീഴുന്നതോ ഇത് മൂവ് ആവുന്നതോ ഇതിനൊക്കെ എന്താ പറയേണ്ടത്? കാരണം ഇത് കാണണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ഇത് ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇത് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ ഇതിനൊന്നും ആൾക്കാരും വേണ്ട. ഇതിന് ശരിക്കും നമുക്ക് ഒരാൾ മതി ശരിക്കും. പിന്നെ നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയമൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഒരാളെ കൊടുക്കും. ഈ ഒരു 8 ഉരുളി ശ്രദ്ധിക്കാൻ ഒരാൾ മതി. ഇത് നമുക്ക് ഈ കാണുന്ന ഇവിടെ എല്ലാം കൺട്രോൾ ഉണ്ട്. ഒരിടത്ത് നിന്നിട്ട് ഈ 8 റോസ്റ്റ് നമുക്ക് ഹാൻഡിൽ ചെയ്യാം. 8 റോസ്റ്റിലേക്ക് ഒരേ സമയം പൊടിയിറക്കാം, പൊടിയിടാം, എന്തുകൊണ്ടും നമുക്ക് ചെയ്യാം. നമ്മൾ ഹൈജീൻ ഉപയോഗിച്ചിട്ട് മെഷീനറി മെയിനായിട്ട് കൊണ്ടുവരുന്നത് തന്നെ. ഹൈജീനാണ് നമ്മുടെ മെയിൻ ഇമ്പാക്ട്. ഇതെന്തായാലും സംഭവം അടിപൊളിയായിട്ട്. ഇത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുടെ കാഴ്ച.
ഇത് റോസ്റ്റിംഗ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? റോസ്റ്റിംഗ് എത്ര സമയം എടുക്കും റോസ്റ്റിങ്ങിനൊക്കെ? ഇത് റോസ്റ്റിംഗ് ശരിക്കും 2 മണിക്കൂർ വരെ എടുക്കും. 1.5 തൊട്ട് 2 മണിക്കൂർ നമുക്ക് റോസ്റ്റിംഗ് ടൈം ഉണ്ടാവും. ഓക്കെ. ഇതിപ്പോൾ ആദ്യം നല്ല കട്ടയാണ് കാണുന്നത്, അത് മാറി വരുമോ? അത് നമ്മൾ അരിയല്ലേ എങ്ങനെയൊക്കെയാലും അത് പൊടിച്ച് ഈ പ്രോസസിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ കണ്ട കണക്ക് അത്രയും പ്രോസസിംഗ് കഴിഞ്ഞിട്ടാണ് വരുന്നത്. പൊടിച്ചതിന് ശേഷം ഇങ്ങനെ ട്രോളിൽ കൂടെ മൂവ് ചെയ്താൽ വരുന്നത്. ഓക്കെ. ആ ഒരു ഇതുണ്ടാവും. ചൂട് വന്നതും ഇതങ്ങ് ഉടഞ്ഞു മാറും. ആ ചൂട് വരുന്നതിനാ തരിതരിയായിട്ട് ചൂട് അടിച്ചു കഴിയുമ്പോഴേക്ക് ഇത് ഉടഞ്ഞിട്ട് പഴയ ഒരു പൗഡറിന്റെ ഫോമിലേക്ക് മാറും. റോസ്റ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് ഇറക്കി വിടാം. ഇവിടെ അടുത്ത് എഗെയിൻ ഒരു ന്യൂമാറ്റിക് ലൈനാണ് വരുന്നത്. താഴേന്ന് വലിച്ചെടുത്തിട്ട് പിന്നെയും പൗഡർ മുകളിലേക്ക് പോവാം. മുകളിലേക്ക് പോയിട്ട് നമുക്ക് അവിടെയും ഈ പറഞ്ഞ പോലെ സ്റ്റോറേജ് ഉണ്ടാവും. ആ സ്റ്റോറേജ് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ള ഇപ്പോൾ പുട്ടാണോ നൈസാണോ ഏത് പ്രോഡക്റ്റ് ആണെന്ന് വെച്ചാൽ അതിന്റെ സിഫ്റ്റിംഗ് ഏരിയ ഉണ്ടാവും. ആ മെഷീനിലേക്ക് നമ്മൾ കൊടുത്തിട്ട് അത് സിഫ്റ്റ് ചെയ്യിക്കിട്ട് നമുക്ക് റിട്ടൻഷൻ ഉണ്ടാവും. നമുക്ക് ആവശ്യമില്ലാത്ത തരികൾ കാര്യങ്ങൾ ആവശ്യമില്ലാത്ത എന്ത് വന്നാലും ആ മെഷീനിൽ കൊടുത്തിട്ട് അത് റിട്ടൻഷൻ വഴി നമുക്ക് വേറെ സൈഡിലേക്ക് കിട്ടുന്നതായിരിക്കും. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് താഴെ വരുന്നത് പിന്നെ മേലേക്ക് പോകും. ഈ റൂമിന് അപ്പുറത്തായിട്ട് നമുക്ക് പാക്കിംഗ് ഏരിയ വരുന്നുണ്ട്. ഈ കാണുന്ന പൈപ്പ് വഴിയാണ് മുകളിലോട്ട് കയറി പോകുന്നത്. അതെ, ഇനി അപ്പുറത്തെ ഒരു പോർഷനിലേക്ക് ഈ സാധനം പോകുന്നത്. 2 ബിന്നുണ്ട് നമുക്ക് അവിടെ. ആവശ്യമുള്ള പ്രൊഡക്റ്റ് ആവശ്യമുള്ള ബില്ലിലേക്ക് സ്റ്റോർ ചെയ്യാം. നമ്മൾ ഈ കാണുന്നതാണ് സംഭവം. ഇത്രയും വലിയൊരു ഭയങ്കര സ്റ്റോറേജ് ആണ് ഇത് വരുന്നത്. നമ്മൾ നിലത്തൊന്നും വെക്കാറില്ല അങ്ങനെ സബ്ജി. നമുക്ക് ഫൈനൽ പ്രോഡക്റ്റ് നിലത്ത് വെക്കാറില്ല. നമ്മൾ ഈ ബിന്നിൽ തന്നെ സ്റ്റോർ ചെയ്തിട്ട് ആവശ്യമുള്ളത് പാക്കിംഗ് എടുക്കുക നമ്മൾ ചെയ്യാറ്. ഇത് ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ആ സ്ഥലത്ത് റൈസ് ഇട്ടതേ നമ്മൾ അറിഞ്ഞിട്ടുള്ളൂ. അതെ, ഇവിടെ നമുക്ക് പാക്കറ്റായിട്ട് കിട്ടും സാധനം. വേറെ അതിന്റെ ഇടയിൽ ആരും തൊടുന്നില്ല, ഒന്നുമില്ലല്ലേ? ഒന്നുമില്ല, നമ്മൾ തന്നെ മോണിറ്റർ ചെയ്യുന്നു, സാധനം വരുന്നു. ജസ്റ്റ് നമ്മൾ നോക്കിയാൽ മതി, ഒരു മേൽനോട്ട് ഉണ്ടായാൽ മതി. ബാക്കിയൊക്കെ മെഷീൻ ചെയ്തോളും. ഓക്കെ. ഇവിടെ വരുന്നത് ഇനി പാക്ക് ചെയ്യാണ്. പാക്കിംഗ് സിസ്റ്റം കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ പിന്നെ ഇത് തൊടുന്നുള്ളൂ, ആ പാക്കറ്റ് തൊടുന്നുള്ളൂ അല്ലേ? അതെ. അപ്പോൾ നമ്മളത് എൻഷുർ ചെയ്യും. അതിന്റെ വെയിറ്റും ഇത് പിന്നെ ഈ ഡസ്റ്റ് ഒക്കെ നമ്മൾ വൃത്തിയാക്കിയ ശേഷം ഇത് പാക്ക് ചെയ്യാറുള്ളൂ. ഇതിന്റെ മുകളിൽ അതിനെ പ്രത്യേകം ചെയ്തുകൊണ്ടിരിക്കും. അതെ, നമ്മൾ ക്ലോത്ത് ഉപയോഗിച്ചൊക്കെ നന്നായിട്ട് വൃത്തിയാക്കിയ ശേഷം ഇത് ബണ്ടിലേക്ക് മാറ്റും. സ്ത്രീകളാണ് കൂടുതലും ക്ലീനിങ്. നമ്മൾ ഈ പാക്കിംഗ് ഏരിയയിൽ സ്ത്രീകളാണ് കൂടുതലും വരുന്നത്. ഇവിടെ മാത്രമേ പിന്നെ ഒരു മാൻ പവർ നമുക്ക് ആവശ്യമുള്ളൂ. അതെ, ആൾക്കാർ എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യം. അതെ, അത് നമ്മൾ നന്നായിട്ട് വൃത്തിയായിട്ട് ചെയ്യേണ്ടതുകൊണ്ടാണ് മാൻ പവർ തന്നെ ഉപയോഗിക്കുന്നത്. ഓക്കെ. അതുപോലെ നമുക്ക് പ്രാധാന്യമുള്ള നമ്മുടെ മറ്റൊരു പ്രൊഡക്റ്റാണ് മലബാർ പുട്ടുപൊടി എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിലെ ആൾക്കാർക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സാധനമാണിത്. 100% പുഴുക്കലരി ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. പിന്നെ പ്രത്യേകത വെച്ചാൽ ഓട്ടുരുളി അതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതെ, ഇത് തീയിൽ തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള പ്രത്യേകതകളൊക്കെ ഉണ്ട്. വിറക് വെച്ചിട്ട് തന്നെ ചെയ്യുന്നത്. ആണോ? തീർച്ചയായിട്ടും. എക്സ്പെൻസ് ഒക്കെ കൂടുതലായിരിക്കും. ശരിക്കും നല്ല എക്സ്പെൻസ്, അതുകൊണ്ട് തന്നെ ആരും അങ്ങനെ മെനക്കെടാറുമില്ല. ഇത് ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ചെയ്തെടുക്കുന്ന ഒരു സിസ്റ്റം. ഞാൻ ചെയ്തിട്ടുണ്ട് മുന്നേ പുട്ടുപൊടിന്റെ. ഇത് പഴയ തനതായ ശൈലിയിൽ തന്നെ നമ്മൾ ചെയ്യുന്നത്. ഓട്ടുരുളി വെച്ചിട്ട് അടിയിൽ വിറക് കത്തിച്ച് ചെയ്യുന്ന ഒരു സെറ്റപ്പിൽ. അപ്പോൾ അതിന് ടേസ്റ്റിൽ എന്തെങ്കിലും വ്യത്യാസമൊക്കെ? ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെറ്റീരിയൽ ഉപയോഗിക്കുന്നത് തന്നെ. നമ്മുടെ സാധാരണ പുട്ടുപൊടിനെക്കാട്ടും ടേസ്റ്റിലും വ്യത്യാസം? കുറച്ചുകൂടി വ്യത്യാസമുണ്ട്. ഈ റൈസ് തന്നെ വളരെ വ്യത്യാസമുള്ള സാധനമാണ്. അത് ശരി, റൈസേ മാറിയല്ലോ. ഇതിന്റെ സൈഡിലൊക്കെ എന്താ കാണുന്നത്? ഇതെല്ലാം ഇതിന്റെ ഈ റോസ്റ്ററിന്റെ എക്സോസ്റ്റ് ആണ്. നമുക്ക് ഇതിനകത്തുള്ള പുകയും ചാരവും കാര്യങ്ങളൊക്കെ വലിച്ചു കളയുള്ള എക്സോസ്റ്റ് ആണ്. ഇത് മൂന്നിനും ഉണ്ടാവും, നോക്കിയാൽ കാണാൻ കഴിയും. എല്ലാത്തിനും ഇതേപോലെ കണക്റ്റഡ് ആയിട്ട്. അതെ 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 അതെ. ഇത് പുക ഇതിന്ന് വലിച്ച് പുറത്തേക്ക് കളയാൻ പുക തന്നെ നമുക്ക് മെഷീൻ വെച്ചിട്ടുണ്ട്. ജോലി ചെയ്യുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ അവിടെ നമുക്ക് ഫീഡ് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട് ഇത് ചെയ്തെടുക്കുന്ന കാണാനോ. ഇത് ഓരോ ദിവസവും നല്ല പണി തന്നെയല്ലേ? അതെ, ഡെയിലി നമ്മൾ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ഇത് തന്നെയായിരിക്കും ചെയ്യുന്നത്. ഇത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആൾക്കാർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇവർക്ക് റെസ്റ്റ് വേണ്ടപ്പോൾ നമ്മൾ മാറ്റി കൊടുത്തോണ്ടിരിക്കും. അടുത്ത ആള് മാറും. ലേഡീസും ജെന്റ്സും ഉണ്ടാവും നമ്മുടെ അടുത്ത്. മാറി ചെയ്യുന്നുണ്ട്. ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അടിപൊളി. തയ്യാർ ഫുഡ്സ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ള മഹമ്മദ് ഖാൻ മുല്ലയാണ് ഇപ്പോൾ ഉള്ളത്. മഹമ്മദ് ഖാൻ, ശരിക്കും ഭയങ്കരമായിട്ട് ഞാൻ ആശ്ചര്യപ്പെട്ടു ഈ കമ്പനിയുടെ ഉൾവശത്ത് കയറിയിട്ട്. ഇവിടെ ചെയ്തെടുക്കുന്നത് നിങ്ങൾ പുട്ടുപൊടിയാണ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് എവിടെയും പൊടിയോ കാര്യങ്ങളോ അത്ര ഹൈജീനിക് ആയിട്ട് നിങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് വലിയൊരു സന്തോഷമുണ്ട്. ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ എത്രയായി, അല്ലെങ്കിൽ ഈ ഒരു ഫുഡിന്റെ മേഖല തുടങ്ങിയിട്ട് ഇപ്പോൾ എത്രയായി? ഞാൻ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് 3 വർഷമായി. ഓക്കെ. ഈ ഫുഡ് ഫീൽഡിൽ ഞാൻ കുറച്ച് വർഷങ്ങളായിട്ടുണ്ട്. ഓക്കെ, അത് ശരി. ഫീൽഡിൽ തന്നെ ഇത് ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ കാരണം ഫുഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള താല്പര്യം, ഫുഡിനോടുള്ള പൊതുവെ താല്പര്യം കൂടുതലാണ്. നല്ല സാധനങ്ങൾ കൊടുക്കണം, ജനങ്ങളെ സന്തോഷപ്പെടുത്തണം. പിന്നെ ഒരാൾക്ക് കൊടുക്കുമ്പോൾ തൃപ്തിയോടുകൂടി സാധനം കൊടുക്കണം, ക്വാളിറ്റി ആയിട്ടും. പിന്നെ അവർ നമ്മുടെ കമ്പനിനെ പറ്റി കാണുന്നില്ല. അപ്പോൾ ഇത് കീപ്പ് ചെയ്തിട്ട് കൊണ്ടുപോകുന്നുണ്ട്. പുട്ടുപൊടി മാത്രമാണ് നിങ്ങൾ അല്ലാതെ വേറെ എന്തെങ്കിലും വെറൈറ്റീസ്? അല്ല, പുട്ടിൽ ഒരുപാട് വെറൈറ്റി ഉണ്ട്. പുട്ട്, പിന്നെ ചമ്പ പുട്ടുണ്ട്, വീറ്റ് പുട്ടുണ്ട്, റൈസ് പുട്ടുണ്ട്. പിന്നെ ഒരു പുട്ടുപൊടി ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്, ബോയിൽഡ് റൈസിൽ പുഴുങ്ങലരിയിൽ ഉണ്ടാക്കുന്ന പുട്ട് ഇറക്കിയിട്ടുണ്ട് ഇപ്പോൾ, പുതിയൊരു ടൈപ്പ്. അത് വളരെ എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ ബാംഗ്ലൂർ മാർക്കറ്റിൽ എല്ലാവരും നന്നായിട്ട് പിന്നെ എൻക്വയറി വരുന്നുണ്ട് ആ സാധനത്തിന് വേണ്ടിയിട്ടുള്ള. അത് നമ്മൾ ഉരുളിയിലിട്ടിട്ട് തന്നെ വാർത്തിട്ട് കൊടുക്കുന്നത് മാനുവലാണ്. കുറച്ച് കൂടും, എന്നാലും വളരെ നല്ല സാധനമായി. കാഴ്ച ഞാൻ കണ്ടു. നല്ലൊരു മാർക്കറ്റ് ഇപ്പോൾ അവിടെ ബാംഗ്ലൂർ മാർക്കറ്റ് നന്നായിട്ട് കയറി വരുന്നുണ്ട് ആ സംഗതി. ചോദിച്ച ആൾക്കാർ വാങ്ങിക്കാം. പിന്നെ ഈസി പാലപ്പം, പിന്നെ റോസ്റ്റർ റവ, ഇഡ്ലി മിക്സ്, അങ്ങനെ ഒരുപാട് വെറൈറ്റികളുണ്ട്. പിന്നെ നമ്മുടെ ഒരു മെയിൻ അട്രാക്ഷൻ ഇതെന്ന് വെച്ചാൽ ഇഡ്ലി, ദോശ നിങ്ങൾക്ക് 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് പ്രൊഡക്റ്റ്.
റെഡി മിക്സ് ഐറ്റംസ് ഉണ്ട് നമ്മളത്. റെഡി മിക്സ് അത് 10-20 വെറൈറ്റി ഉണ്ട്. അങ്ങനെ പിന്നെ ബജ്ജി ബോണ്ട മിക്സ് അങ്ങനെയുള്ള കുറച്ച് വെറൈറ്റി ഉണ്ട്. അതെല്ലാം പിന്നെ കൂടുതൽ ആൾക്കാരും ഈ ഫീൽഡിൽ ഇല്ലാത്തവരാണ്. നമ്മളെ നാട്ടിൽ ഉപയോഗിക്കുന്ന പത്തിരിപ്പൊടി ഉണ്ടാക്കുന്നുണ്ട്. സ്പെഷ്യലായിട്ടുള്ള നന്നായിട്ട് മൂവ് ആകുന്ന സാധനങ്ങളത്. അത് ഒറോട്ടി എന്ന് പറയും നമ്മുടെ നാട്ടില്. നമ്മുടെ കണ്ണൂരുകാർക്ക് സ്വന്തം ഒറോട്ടി. അത് കണ്ണൂർ, കാസർഗോഡ്, മാംഗ്ലൂർ കുറച്ച് നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ആ സംഗതി. ആ പ്രൊഡക്റ്റാണ് ഇത്, ഒറോട്ടി എന്നുള്ള പ്രോഡക്റ്റ്. അത് സാധാരണ ജസ്റ്റ് വെള്ളത്തിൽ കലക്കി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം. നമ്മൾ അരച്ചെടുക്കുന്ന ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഉണ്ടാക്കുന്നതന്നെ അത് എളുപ്പത്തിന് വേണ്ടിട്ടല്ലേ. അപ്പൊ അതിന് കണ്ടിന്യൂസ് ആയിട്ട് പോകണമെങ്കിൽ വളരെ ശ്രദ്ധിക്കണം. ഈ ഒരു പ്രോഡക്റ്റ് ഇപ്പൊ ബാംഗ്ലൂർ മാത്രമാണ് ഉള്ളതല്ലേ നമ്മുടെ കേരളത്തിൽ? കാരണം ഞാൻ കേരളത്തിൽ നിന്നാണ് വരുന്നത്. ഇതുവരെ ചെയ്ത എല്ലാ വീഡിയോസും കേരളമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നത്. ഈ പ്രോഡക്റ്റ് നമുക്ക് കേരളത്തിൽ കിട്ടാനുള്ള സാധ്യതകൾ ഇപ്പൊ ഉണ്ടോ, അല്ലെങ്കിൽ മുന്നോട്ട് പ്ലാനിങ് ഉണ്ടോ? മുന്നോട്ട് ഇപ്പൊ ഡിസ്ട്രിബ്യൂഷൻ നോക്കുന്നുണ്ട്. കേരളത്തിലേക്ക് കൊടുക്കാൻ തീരുമാനിക്കുന്നുണ്ട്. ഡിസ്ട്രിബ്യൂഷൻ തീരുമാനിക്കുന്നുണ്ട്. ആണോ? കർണാടക, കേരളം ആൻഡ് ദുബായ്, അത് മൂന്ന് സ്ഥലമാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതുപോലെ സോളാർ എല്ലാം നമ്മുടെ കമ്പനി റൺ ചെയ്ത് പോകുന്നത്. അത് ശരി. കംപ്ലീറ്റ് ഇവിടെയുള്ള എല്ലാ മെഷീൻസും കാര്യങ്ങളൊക്കെ അതിലാണ് ചെയ്ത് കൊടുക്കുന്നത്. അത് ഞാൻ കണ്ടു. അതിന്റെ പാനലൊക്കെ വിരിച്ചു വെച്ച് ശരിക്കും അത് കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. കാരണം ഇത്ര വലിയ അത് കമ്പനിയുടെ മുകളിൽ തന്നെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലേ? ഓക്കെ. അത് നിങ്ങൾ അത് മാത്രമല്ല, ഇതിന്റെ ഇടയിൽ പറഞ്ഞു ഇതിന്റെ ഉള്ളിൽ നിങ്ങൾ കൊടുക്കുന്ന വെള്ളം പോലും വാട്ടർ അത്രയും ട്രീറ്റ് ചെയ്തിട്ട് മെഷീൻ കഴുകുന്നത് വരെ വാട്ടർ ഉപയോഗിച്ചിട്ടാന്ന് പറഞ്ഞു. അത്രയും ശ്രദ്ധ അതിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും വലിയ സന്തോഷമുണ്ട്. കാരണം ഇത്രയും വലിയൊരു കമ്പനിയിലേക്ക് വിളിച്ച് ഞാൻ ചോദിക്കുന്ന സമയത്ത് വലിയ സംശയം ഉണ്ടായിരുന്നു. കാരണം പ്രത്യേകിച്ച് ഫുഡാണ്. ഒരു ബന്ധം വന്നതിന് ശേഷം അത് വലിയ സന്തോഷമുണ്ട് ആ കാര്യത്തില്. ഓക്കെ. എന്തായാലും ഇനിയും കാണാം. കാരണം നിങ്ങളെ ഒരു പ്ലാന്റ് അല്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ വന്നപ്പോ കണ്ടു പ്ലാന്റിന്റെ ഏകദേശ കാര്യങ്ങള്. മറ്റുള്ളവരും കൂടി എത്തിക്കാൻ സമ്മതം തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഇത്രയാണ് തയ്യാർ ഫുഡ്സിന്റെ വിശേഷങ്ങൾ. എങ്ങനെയുണ്ട് കാഴ്ച? അടിപൊളിയല്ലേ? ആദ്യം ആ അരി ഇട്ട് കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളൂ. അത് കഴുകാനും അതേപോലെ റോസ്റ്റ് ചെയ്യാനും പല കാര്യങ്ങളും പൊടിക്കുന്നതും ഒക്കെ മെഷീൻ തന്നെ ചെയ്യുന്നത്. ലാസ്റ്റ് അത് പാക്ക് ചെയ്യുന്നിടത്ത് മാത്രമേ പിന്നെ നമ്മൾ നിന്ന് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അത്രയും സിമ്പിൾ ആയിട്ടും അതേപോലെ തന്നെ ഓരോ തവണ പറഞ്ഞ അത്രയും ഹൈജീനിക് ആയിട്ടാണ് ഈ ഒരു പുട്ടുപൊടി നമ്മളെ കൈകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും വലിയൊരു പ്ലാന്റ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പറ്റിയതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഈ ഒരു കമ്പനിയെ കുറിച്ചിട്ട് ഇനി എന്തെങ്കിലും കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാം കേട്ടോ. എന്തെങ്കിലും ഡീറ്റെയിൽസ് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിലേക്ക് വിളിക്കാം, നീ കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.